കേരളത്തിൽ സാധാരണമല്ലാത്ത വിധമുള്ള ചില എലമെൻറ്റ്സ് ഈ വാർത്തയിലുണ്ട് എന്നതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലൊരു സംഘർഷാവസ്ഥ നിൽക്കുന്നിടത്തല്ല ഈ ബോംബ് കണ്ടെത്തിയിരിക്കുന്നത്, ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രത്യേകമായിട്ട് കാണണം. രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കോ പരസ്പരം എതിരിടുന്ന രണ്ട് രാഷ്ട്രീയ സംഘങ്ങൾക്കോ ഒരേപോലെ ശക്തിയുള്ള, അവർ തമ്മിൽ എന്തെങ്കിലും സംഘർഷം നിലനിൽക്കുന്ന ഒരു സ്ഥലത്തല്ല ഈ സ്ഫോടക വസ്തു കണ്ടെത്തിയത്. ഈ സ്ഫോടക വസ്തു കണ്ടെത്തിയത് നമ്മൾ നേരത്തെ അജിത് ബാബു പറഞ്ഞുവല്ലോ, ആ വോട്ട് കണക്ക് പറഞ്ഞല്ലോ, 96-97% വോട്ടും ഒരു കക്ഷിക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രദേശത്ത് RSS BJP രാഷ്ട്രീയ ധാരയ്ക്ക് അത്രമേൽ വലിയ ആധിപത്യമുള്ളൊരു സ്ഥലത്ത് അവരുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളിലെ നെല്ലിമര ചുവട്ടിലാണ് ബോംബ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതെന്നത് അതീവ ഗൗരവതരമായ സാഹചര്യമായിരിക്കുന്നു. എതിർപക്ഷത്തുള്ള ആളുകൾ ആരോപിക്കുന്നത് ഇതെന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബോംബ് എന്തിനാണ് ഇവിടെ എന്ന് ചോദിച്ചാൽ എതിർപക്ഷത്തുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ ഒരു സംഘർഷവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇത് വരണമെങ്കിൽ അവിടെ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്താണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്, ആരോപിക്കുന്നത്, അത് വിശ്വസിക്കണമെന്നില്ല, വിശ്വസിച്ച് കളയാം. പക്ഷേ എങ്കിലും അവർ ആരോപിക്കുന്നത് ഇവിടെ ഈ ഗണേശോത്സവവും മറ്റുമൊക്കെ നടക്കുമ്പോൾ ബോംബ് പൊട്ടിച്ചിട്ട് ഇതര സമുദായക്കാരോ മറ്റോ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കുഴപ്പമാകെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്ന അങ്ങേയറ്റം ദുഷ്ടമായ ലക്ഷ്യം വെച്ചാണ് എന്ന് ഇവർ രാഷ്ട്രീയമായിട്ട് ആരോപിക്കുകയാണ്. ആ ആരോപണം തന്നെ ഭയപ്പാടുണ്ടാക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് RSSും BJPയും അങ്ങനെ ചെയ്യുകയില്ല കേരളത്തിൽ എന്ന വിശ്വാസത്തിൽ നിൽക്കുകയാണ് കേരളം എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ വിശ്വസിച്ചിട്ട് പോലീസ് എത്രയും പെട്ടെന്ന് ഈ അന്വേഷണം നടത്തിയിട്ട് ഇക്കാര്യത്തിലെ സത്യാവസ്ഥ കൊണ്ടുവരണം. ആ വിശ്വാസമല്ല യഥാർത്ഥത്തിൽ ഇതിനു പിന്നിൽ രാഷ്ട്രീയക്കാർ അങ്ങേയറ്റം ദുഷ്ടമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ അത് ചെയ്ത ആളുകളെ ഉചിതമായ തോതിൽ ശിക്ഷിക്കുകയും വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.